ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. ഇന്നലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. അപ്പം നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാം. ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞില്ലേ, ഞാനൊരു സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച് കുറേ പേര് കമൻറ്റ് ഇട്ട് ഞാനൊരു സന്തോഷ വാർത്ത പറയാം. അപ്പോൾ നിങ്ങൾ എന്നോട് കുറച്ച് പേര് എന്നോട് പറഞ്ഞില്ലേ, വീട് മേടിക്കാൻ പോവുകയാണെന്നും. അതൊക്കെ പയ്യെ ഇരുന്നിട്ട് കാല് നീട്ടാം. ആദ്യം ഞാനൊന്ന് ഇരിക്കട്ടെ. അപ്പം ഇപ്പം നമുക്ക് താമസിക്കാൻ സ്വന്തമായിട്ട് എന്തായാലും വീടുണ്ട്. അപ്പോൾ ഇനി ഒരു വലുതിലേക്കൊക്കെ മാറുന്നത് ഈശ്വരൻ അനുഗ്രഹിച്ച് വലിയ താമസമില്ലാതെ മാറും. അതൊക്കെ പതിയെ, വെപ്രാളമില്ല എനിക്ക്. അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. ഇപ്പം ഞാൻ പറയാൻ വരുന്ന ഒരു സന്തോഷ വാർത്ത, ഞാൻ ഒരു സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബ്രാൻഡ് തുടങ്ങി. ഞാൻ ആദ്യം വെറുതെ കുറച്ച് പിക്കിൾസ് ഇട്ട് നോക്കിയതാണ്. വെള്ള നാരങ്ങ, ചെമ്മീൻ, കേര, അങ്ങനെ കുറച്ച്. അതായത് ഗൾഫിൽ പോകുന്ന ഈ കിച്ചൺ തുടങ്ങിയപ്പോൾ ഗൾഫിൽ പോകുന്ന കുറച്ച് പേര് എന്നെ സമീപിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ അത് എൻ്റെ ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ ഓർഡർ വരുന്നത് കൊണ്ടാണ് ഞാനത് ശരിക്കും ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ചെയ്തപ്പോൾ സക്സസ് ആയി, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട്. അപ്പം ഇനി പറഞ്ഞു വരാൻ പോകുന്ന കാര്യത്തിലേക്കാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പെട്ടെന്ന് പോയത്. ഇന്ന് മുതൽ ഞാൻ എൻ്റെ പിന്നെ ഈ സംരംഭം, ഈ പിക്കിൾസൊക്കെ ഇന്ന് കുറച്ച് പേർക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ ഡെസ്പാച്ച് ചെയ്ത് തുടങ്ങി. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇനി പറയാനുള്ള കാര്യം, ഇത്രയും പേര് നിങ്ങളോട് ഞാൻ കൈകൂപ്പി നന്ദി പറയുകയാണ്. എനിക്കിങ്ങനെ യൂട്യൂബിൽ വരാൻ പറ്റിയതും എനിക്ക് കുറേ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയതും. ഞാനിങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ കുറേ പേര്, ഞാൻ അവരോട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നവരോട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വ്യക്തതയോടുകൂടി ഇതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എല്ലാം സക്സസ് ആകുന്നതിന് മുമ്പ് എല്ലാം എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ പേരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് തരാം, എനിക്ക് സ്വന്തമായിട്ട് പൈസയൊന്നും അത്ര എടുക്കാനില്ല. ഞാൻ ബോബനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു മാനസിക ധൈര്യവും മാത്രമാണ്. അത് മാത്രമാണ് എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഞാൻ ഇതെൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, പ്രീതിയോട് ആലോചിച്ചു. അപ്പോൾ അവളും പറഞ്ഞത് ഇത് ഇപ്പം നീ പബ്ലിസിറ്റി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ലീഡിങ്ങിലാണ് ഇത് ഞാൻ ഇത്രയും നാളും പൂഴ്ത്തി വെച്ചത്. അങ്ങനെ എന്തായാലും ഞാനിതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഗുരുവായൂരപ്പനോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും തന്ന ഗുരുവായൂരപ്പനോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ഇത് ബുക്ക് ചെയ്ത നിങ്ങളോട് ഓരോരുത്തരും നന്ദി പറയുകയാണ്. എനിക്ക് കാരണം കുറേ സ്ത്രീരത്നങ്ങൾ തൊഴിലില്ലാതെ വെറുതെ വീട്ടിലിരുന്നവർ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതിൽ പിന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നു. ഞാനതിൻ്റെ ഒരു ലാഭവിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്നവരാണ്. അപ്പം കൊടുത്തു. ചിലരോടൊക്കെ ഞാൻ പറയുമ്പോൾ അവർ വീട്ടിൽ വന്നിട്ടുള്ളവരുണ്ട്, പുറത്ത് എന്ന് ചോദിക്കുന്നവരുണ്ട്, ഒരു വിശ്വാസക്കുറവ് പോലെ. എന്നാൽ വിശ്വസിച്ച് വന്നവരുടെ, അപ്പോൾ അവർക്കൊരു വരുമാനമാകുമല്ലോ എന്നോർത്ത് വിശ്വസിച്ച് വന്നവരും എൻ്റെ കൂടെയുണ്ട്, വിശ്വസിക്കാതെ പോയവരും എൻ്റെ കൂടെയുണ്ട്. മനസ്സിലായ? അപ്പം ഇപ്പോൾ എത്ര 2-3 വർഷമായില്ല നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ അന്നും ഒരേപോലെ തന്നെയാണ്. എൻ്റെ നിരന്തരമായ കഠിനമായ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്ന മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റിയത്. ഇനി നിങ്ങൾ കണ്ടുകൊള്ളുക, ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ലുലു മുതൽ തുടങ്ങുകയാണ്. എൻ്റെ സാധനം ലുലുവിൽ ഞാൻ നെക്സ്റ്റ് വീക്കിൽ ലുലുവിൽ കൊടുക്കും. ഞാൻ ലുലുവിൽ നമ്മളതെല്ലാം സെറ്റാക്കി ലുലുവിൽ വെക്കുകയാണ്. പിന്നെ മെയിൻ സൂപ്പർ മാർക്കറ്റുകളിൽ വെക്കുകയാണ്. എനിക്ക് കാരണം അവിടേക്ക് വെക്കാൻ ഇവിടുത്തെ ഒരു ഓർഡർ അനുസരിച്ച് ഇനി ആളെ കൂടുതൽ നമ്മൾ ഈ ഫാമിലിക്ക് കൊണ്ടുവരണം. കുറച്ച് ജോലിക്കാരെയൊക്കെ കൂടുതൽ വേണം. പിന്നെ നമ്മൾ കടകളിലൊക്കെ ഓരോരോ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ക്യാൻവാസ് ചെയ്ത് അവിടെയെല്ലാം ഇത് എത്തിക്കണം. അപ്പോൾ വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ചുവടുവെപ്പ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി. ഇനി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നെഞ്ചിടിപ്പോൾ രാവിലെ മുതൽ നിങ്ങളോട് ഏറ്റവും എളുപ്പമെന്ന് പറയണമെന്ന്. അങ്ങനെ സക്സസ്സിലേക്ക് വരുന്ന ഒരുപാട് മഹാലക്ഷ്മികൾ ഇതിനകത്തുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അതായത് ഒരുപാട് തൊഴിലില്ലാത്ത വിധവകളായിട്ടുള്ളവരും, പിന്നെ ജോലിയില്ലാതെ ഭർത്താവ് ഉണ്ടായിട്ടും ചിലവിന് കൊടുക്കാത്തവരും, പിന്നെ പാവങ്ങളുമായിട്ടുള്ളവരെല്ലാം പിന്നെ എൻ്റെ അടുത്ത് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഞാൻ കൊണ്ടുവരും. അത് നിങ്ങൾ ഒന്നും സിംഗിൾ ബോബൻ്റെ എടുക്കുമ്പോൾ സിംഗിൾ ബോബൻ അല്ല ഇതിനകത്ത്, അത് ലീഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എനിക്കും എൻ്റെ പുറകിൽ എൻ്റെ കൂടെയുള്ള കുറേ പേർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗം കൂടിയാണ്. ഞാനിത് വലിയ രീതിയിലേക്ക് ഞാൻ പബ്ലിസിറ്റി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അതിനുമുമ്പ് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. അതുകൊണ്ട് ഇപ്പോഴാണ് സിംഗുമ പറഞ്ഞതെന്ന് ചോദിക്കരുതല്ലോ. സക്സസ് ആകട്ടെ എന്നോർത്ത് എൻ്റെ എംബ്ലമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കണ്ടോ അത് കേട്ടോ? ഫ്രണ്ടിൽ കാണുമ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് ഇതെന്താണ് സംഭവം നോക്കുമല്ലോ. അപ്പം
ഇത് സക്സസ് ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത്ര വൈകിപ്പോയത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെല്ലാം സമർപ്പിച്ച് ഞാൻ ആദ്യത്തെ എൻ്റെ അയക്കേണ്ട ആദ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കിയ സാധനം ഞാൻ ഭഗവാന്റെ അവിടെ കൊണ്ടുപോയി ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് കൊണ്ടുവന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ എല്ലാം ഭഗവാൻ സമർപ്പിച്ച് ദൈവമേ പിന്നെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇതൊക്കെ രജിസ്ട്രേഷൻ എടുക്കാനും ഇതിനു വേണ്ടി ഓടാനും കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ലോഗോ ഒപ്പിക്കാനും ഇങ്ങനെ എല്ലാം ഞാൻ ഒറ്റക്കാണ് ചെയ്തത്. ബോബൻ ഇല്ലെന്ന് ഓർത്തോണം. ബോബൻ്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം വരെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ കടകളിലൊക്കെ നടന്ന് ഞാൻ ഓരോ സൂപ്പർ മാർക്കറ്റിലും കടലിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭഗവാനെ എൻ്റെ സാധനം വെക്കാൻ ഇവർ സമ്മതിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ ആദ്യം അവർ സമ്മതിക്കണമല്ലോ. അപ്പോൾ സമ്മതിച്ചു. ഇനിയിപ്പോൾ ഞാൻ അതിനുള്ള ഒരു ബാക്കി കാര്യങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കൊടുക്കാനുള്ള സംഭവം ഞാൻ ഉണ്ടാക്കണമല്ലോ. ഇത് അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഞാൻ ഒരു വീട് റെൻ്റ് എടുത്ത് ഞാൻ അങ്ങോട്ട് എൻ്റെ ഇങ്ങനത്തെ ഈ പിക്കിൾസിനും മറ്റ് കാര്യങ്ങൾക്കുള്ള പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഉണ്ടാക്കുന്നുണ്ട്. പച്ചമഞ്ഞൾ, പിന്നെ മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പിന്നെ കുരുമുളക്, അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ത്രീകളായിട്ട് എനിക്ക് അവരുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എനിക്ക് തരുന്നതാണ്. അതെല്ലാം ഞാൻ മൂലനും വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഈ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. പിന്നെ ലിക്വിഡുകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അപ്പം അതെല്ലാം പിന്നെ ഇനി ഞാൻ അതെല്ലാം പറയാം, അടുത്ത വീഡിയോയിൽ പറയാം, ഇടയ്ക്ക് വന്ന് പറയാം നിങ്ങളോട്. അപ്പം ഞാൻ നിങ്ങളോടും പറഞ്ഞു തരികയാണ്, ആർക്കെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇനി എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ, യാത്രയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കും ഒരു നിങ്ങൾക്കൊരു വരുമാനം എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകും. പിന്നെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാം സഹായ സഹകരണം, സ്നേഹം, പ്രാർത്ഥന, സപ്പോർട്ട്, നിങ്ങളുടെ ഹൃദയത്തിലൊരിടം. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രചോദനം നിങ്ങളെല്ലാവരും സ്നേഹം, നിങ്ങളുടെ എല്ലാവരും കമൻറ്റ്, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന. പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പകർന്നത്. ഇപ്പോൾ നിങ്ങൾ പലരും ഇന്നൊക്കെ എന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ച് പറഞ്ഞത് ഓരോരോ സംരംഭം അവർ ചെറുതായിട്ട് തുടങ്ങുന്നത്. ഇപ്പം 6 പേര് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്, എൻ്റെ പ്രീതയാണ് എല്ലാം നോക്കുന്നത്. നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് എല്ലാം കറക്റ്റായിട്ട് എല്ലാം നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ പറയാഞ്ഞത്. പലരും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ ചിലർക്കൊക്കെ ഇത് ശരിയാണ്, ഇത് വിശ്വസിക്കാവോ അല്ലേ, ഒരു ഡൗട്ടും ഒരു സംശയവും, ദൈവമേ ഇത് കറക്റ്റാണെന്നൊക്കെ. പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നെ അശ്രാന്ത പരിശ്രമമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇത് കാണും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലായിരുന്നു. എന്താണെന്ന് പറയുമ്പോൾ സക്സസ് ആകാതെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഇനിയും ഇപ്പോൾ ഈ ഓർഡർ തന്നിരിക്കുന്നവർക്കെല്ലാം ഞാൻ ഈ വരും ആഴ്ചകളിലെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് കയ്യിലെത്തുമ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിൽ എല്ലാം എത്തത്തുള്ളൂ. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഞാനിനി പ്രോസസ്സിങ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണിച്ചു തരാം. എല്ലാം കാണിക്കാൻ പറ്റത്തില്ല, കുറച്ചെങ്കിലും ഞാൻ അയക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഏത് വലിയൊരു പണിപ്പുരയിലാണ്. അപ്പോൾ ഇവിടെയും കൊണ്ട് ഇത് നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു വീട് റെൻ്റ് എടുത്ത് മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി മാത്രം, ഞങ്ങളുടെ താമസമല്ല, ഇതിന് വേണ്ടി മാറുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്ക് ഓർഡർ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ ഓക്കെ എന്നെ അറിയാം അവർക്ക്. അപ്പോൾ അവർ ഓക്കെ സിങ്കു ധൈര്യമായിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. ചിലരുടെയൊക്കെ വൈഫൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണ്, പറയുമ്പോൾ തന്നെ എന്നെ അറിയാം. അതൊക്കെ കൊണ്ട് അതായത് പുതിയൊരാൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്ന കണക്കല്ല. ഞാനിങ്ങനെ എന്താണ് വലിയൊരു സംഭവം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുപോലെ എന്തോ പരിപാടിയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരാളെ കാണുന്നത് പോലെ ഒരു സ്വീകരണം എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ചോളം ഭയങ്കര അനുഗ്രഹവും ഭയങ്കര ആശ്വാസമായി. എൻ്റെ ജോലി വേഗം ഒന്ന് കുറഞ്ഞ് എനിക്ക് ഒരുപാട് നമ്മൾ ഒരു പുതിയ സാധനം പരിചയപ്പെടുത്തുമ്പോൾ കുറേ സംസാരിക്കണമല്ലോ, അത്ര പാടുപെടേണ്ടി വന്നില്ല എനിക്ക്. മാർക്കറ്റിംഗ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ടല്ലോ. ആ മാർക്കറ്റിങ്ങിൻ്റെ റിസ്ക് എനിക്ക് പോയി കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും വിജയിക്കുന്ന രീതിയിലേക്ക് ദൈവമായിട്ട് ഇതിൻ്റെ എല്ലാം അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം മാത്രമാണ്. എൻ്റെ നിരന്തര പ്രാർത്ഥനയാണ്. നിരന്തരമായ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളെല്ലാം എന്നിലേക്ക് വന്നത്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടെല്ലാം എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം നിങ്ങളുടെ ഉള്ളിലിരുന്ന് എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നത്, സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ അടുക്കളയിലേക്ക് എന്ത് വാങ്ങിയാലും സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലോ കടയിലോ ഒക്കെ കാണുമ്പം നിങ്ങൾ ഒരെണ്ണം എടുക്കാൻ മറക്കരുത്. ഞാൻ മാത്രമല്ല, എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ഇനിയും പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചു കേട്ടോ. ഞാനൊന്ന് നമ്പർ പറഞ്ഞേക്കാം. 8156864480 കേട്ടോ. 8156864480.
കേട്ടോ, ഇതിലേക്ക് നമ്പർ അയച്ചോ. അപ്പം ഞാൻ നല്ല ബിസിയാണ്, ഒരു ദിവസമൊക്കെ വീഡിയോ കണ്ടിലേക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി അതിൻ്റെ ഇതൊന്ന് റൂട്ടിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയും കുറച്ച് പേർക്ക് ജോലിയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ശുഭരാത്രി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ സന്തോഷമായിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത് എല്ലാം സമർപ്പിച്ച് വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം ഇനിയും വലിയ വലിയ വഴികൾ തുറന്നു തരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ നിങ്ങളുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ബോബൻ്റെ, എൻ്റെ മക്കളുടെയും എല്ലാം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ബോബൻ എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. ബോബനും അത്ഭുതമാണ്, ഇതെന്താ ഇങ്ങനെ ഇവിടം വരെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. സക്സസ് ആക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ, ഇത് കാണിച്ചപ്പോൾ തന്നെ, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പിൽ എല്ലാവരും എനിക്ക് പൈസ ഇട്ട് വന്നപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എനിക്ക് 100 രൂപയൊക്കെ കൂടുതലാണ്, ഒരു 100-200 കൂടുതലായിട്ട് വന്നു, ഇത്ര ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനെ വേണ്ട, പക്ഷേങ്കിൽ അങ്ങനെ ഇട്ട് തന്നപ്പോൾ അവരുടെ ഉള്ളിൽ ആ സ്നേഹം അവർക്ക് എന്ത് തന്ന് എന്നോട് പ്രകടിപ്പിക്കാൻ പറ്റും, അത് കാണിക്കുകയാണ്. മനസ്സിലായി? അതിനെല്ലാത്തിനും നന്ദി കേട്ടോ ചക്കരകളെ.